നമുക്കടുത്തതായി പുണർദം നക്ഷത്രത്തെക്കുറിച്ച് നോക്കാം. DNA ആസ്ട്രോളജിയിൽ പുണർദം നക്ഷത്രം വളരെ ശുഭകരമായ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത്. പുനർ എന്നാൽ വീണ്ടും എന്നും വസു എന്നാൽ വെളിച്ചം അല്ലെങ്കിൽ വസിക്കുക എന്നുമാണ് അർത്ഥം. നഷ്ടപ്പെട്ടത് തിരിച്ചുപിടിക്കുന്ന അല്ലെങ്കിൽ ഇരുട്ടിന് ശേഷം വെളിച്ചം കൊണ്ടുവരുന്ന ഒരു റീസ്റ്റാർട്ട് ബട്ടനാണ് ഈ നക്ഷത്രം. പുണർദം നക്ഷത്രത്തിൻ്റെ DNA രഹസ്യങ്ങൾ ഇനി പറയുന്നു. പുണർദം നക്ഷത്രം പുനർവസു. ഇതിൻ്റെ ചിഹ്നം അമ്പുക്കൂടാണ്. അമ്പുകൾ എയ്തു കഴിഞ്ഞാലും വീണ്ടും അമ്പുക്കൂട്ടിലേക്ക് തിരിച്ചെത്തുന്നത് പോലെ പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വീണ്ടും വിജയിക്കാനുള്ള കഴിവ് ഇവരുടെ DNA-യിലുണ്ട്. ഇതിൻ്റെ ദേവത അതിഥി ദേവമാതാവാണ്. നക്ഷത്രനാഥൻ വ്യാഴവും ജൂപ്പിറ്റർ. 1. മാതൃവഴിയിലെ പുണ്യം, മെറ്റേണൽ ഗ്രേസ്. പുണർദം നക്ഷത്രത്തിൻ്റെ ദേവത അതിഥി ആയതുകൊണ്ട് ഇത് പ്രധാനമായും അമ്മയുടെ വശത്തുള്ള മെറ്റേണൽ സൈഡ് സ്ത്രീകളുടെ പുണ്യത്തെയും സംരക്ഷണത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ അമ്മയുടെ കുടുംബത്തിൽ വലിയ ആത്മീയ ചിന്തയുള്ളവരോ അധ്യാപകരോ അല്ലെങ്കിൽ സമൂഹത്തിന് മാതൃകയായ സ്ത്രീകളോ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. 2. തിരിച്ചുവരവിൻ്റെ DNA, ദ കംബാക്ക് DNA. കുടുംബം. നിങ്ങളുടെ കുടുംബ ചരിത്രത്തിൽ വലിയൊരു തകർച്ച നേരിട്ടിട്ടുണ്ടെങ്കിലും പതറാതെ അതിനെ അതിജീവിച്ച് വീണ്ടും ഐശ്വര്യം കെട്ടിപ്പടുത്ത പൂർവികരെ കാണാം. പഴയതിനെ പുതുക്കുക എന്നത് ഇവരുടെ ജനിതക പ്രത്യേകതയാണ്. പഴയ വീട് പുതുക്കി പണിയുകയോ തകർന്നുപോയ കുടുംബ ബന്ധങ്ങൾ കൂട്ടിയോജിപ്പിക്കുകയോ ചെയ്യുന്നത് ഇവരുടെ ജീവിതത്തിൽ സാധാരണമാണ്. 3. കർമ്മ രജിസ്റ്റർ, കാർമിക് രജിസ്റ്റർ. അധ്യാപനവും ഉപദേശവും. വ്യാഴത്തിൻ്റെ സ്വാധീനമുള്ളതുകൊണ്ട് അറിവ് പകരുന്നത് ഇവരുടെ DNA-യിലുള്ള കാര്യമാണ്. കുടുംബത്തിൽ പ്രശസ്തരായ അധ്യാപകരോ നിയമജ്ഞരോ ലോയേഴ്സ് അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരോ ഉണ്ടായിരിക്കാം. വീട് മാറൽ. അമ്പുക്കൂട് പോലെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സ്വഭാവം ഇവരുടെ പൂർവികർക്ക് ഉണ്ടായിരിക്കാം. സ്വന്തം ജന്മനാട്ടിൽ നിന്ന് മാറി മറ്റൊരു സ്ഥലത്ത് താമസിക്കുമ്പോഴായിരിക്കും ഇവർ കൂടുതൽ തിളങ്ങുക. 4. ആത്മീയതയും നിയമവും. സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്നവരായിരിക്കും ഇവർ. കുടുംബത്തിൽ ആരെങ്കിലും പാരമ്പര്യമായി വിശ്വസിച്ചു വരുന്ന ദൈവങ്ങളെ പരിപാലിക്കുന്നവരോ അല്ലെങ്കിൽ ക്ഷേത്രകാര്യങ്ങളിൽ ഏർപ്പെട്ടവരോ ആയിരിക്കാൻ സാധ്യതയുണ്ട്. പുണർദം നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട DNA സൂചനകൾ. അമ്മയെ ബഹുമാനിക്കുക. അമ്മയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കവചമാണ്. അമ്മയുമായുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വരാതെ നോക്കുന്നത് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കും. ക്ഷമ. ആദ്യത്തെ ശ്രമത്തിൽ പരാജയപ്പെട്ടാലും നിരാശപ്പെടരുത്. നിങ്ങളുടെ DNA പ്രകാരം രണ്ടാമത്തെ ശ്രമത്തിലായിരിക്കും, സെക്കൻഡ് അറ്റംപ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് വലിയ വിജയം നേടുക. പരിഹാരം. പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകുന്നതും മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് പൂജ നടത്തുന്നതും കുതിരകൾക്കോ പശുക്കൾക്കോ ഭക്ഷണം നൽകുന്നതും നിങ്ങളുടെ കർമ്മദോഷങ്ങൾ മാറ്റാൻ സഹായിക്കും. പുണർദം നക്ഷത്രത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാം. DNA ആസ്ട്രോളജി പ്രകാരം പുണർദം നക്ഷത്രത്തെക്കുറിച്ച് പറയുമ്പോൾ അത് നഷ്ടപ്പെട്ട ഐശ്വര്യം വീണ്ടെടുക്കുന്ന ഒരു ജനിതക ഘടനയെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ ആഴത്തിലുള്ള വശങ്ങൾ. 1. അമ്മയുടെ വശത്തുള്ള കർമ്മപുണ്യം, മെറ്റേണൽ ലീനിയേജ്. പുണർദം നക്ഷത്രത്തിൻ്റെ ദേവത അതിഥി ദേവന്മാരുടെ മാതാവാണ്. അതിനാൽ ഈ നക്ഷത്രക്കാർക്ക് അമ്മയുടെ കുടുംബവുമായുള്ള ബന്ധം വളരെ ശക്തമായിരിക്കും. DNA രഹസ്യം. നിങ്ങളുടെ അമ്മയുടെ കുടുംബത്തിൽ അതീവ കരുത്തുറ്റവരും ക്ഷമാശീലരും കുടുംബത്തെ മുഴുവൻ ഒരുമിച്ച് കൊണ്ടുപോയവരുമായ സ്ത്രീകൾ ഉണ്ടായിരിക്കും. ആ സ്ത്രീകളുടെ അനുഗ്രഹമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോസിറ്റീവ് എനർജി. സംരക്ഷണം. ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് പോലെ പ്രകൃതിയുടെ പ്രത്യേക സംരക്ഷണം നിങ്ങളുടെ DNA-യിൽ തന്നെയുണ്ട്. വലിയ അപകടങ്ങളിൽ നിന്നോ പ്രതിസന്ധികളിൽ നിന്നോ അത്ഭുതകരമായി നിങ്ങൾ രക്ഷപ്പെടുന്നത് ഇതിനാലാണ്. 2. തിരിച്ചുവരവിൻ്റെ ജനിതക കോഡ്, ദ റിട്ടേൺ ഓഫ് അസെറ്റ്സ്. പുണർദം എന്നാൽ വീണ്ടും വെളിച്ചം വരിക എന്നാണ്.
കുടുംബചരിത്രം. നിങ്ങളുടെ പൂർവികർക്ക് വലിയ സമ്പത്തോ ഭൂമിയോ നഷ്ടപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടാകാം. എന്നാൽ അത് പടിപടിയായി തിരിച്ചുപിടിക്കുന്ന ഒരു ചരിത്രവും നിങ്ങളുടെ DNA-യിലുണ്ട്. സ്വഭാവം. ഒരു കാര്യത്തിൽ പരാജയപ്പെട്ടാൽ അവിടെ തളർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. വീണ്ടും ശ്രമിക്കാനുള്ള അറ്റംപ്റ്റ് ഒരു പ്രത്യേക വാസന നിങ്ങളുടെ രക്തത്തിലുണ്ട്. പലപ്പോഴും രണ്ടാമത്തെ ശ്രമത്തിലായിരിക്കും, സെക്കൻഡ് ചാൻസിലായിരിക്കും നിങ്ങൾ വലിയ വിജയം നേടുക. 3. അമ്പുകൂടും ലക്ഷ്യബോധവും. ദ ക്വൈവർ ഓഫ് ആരോസ്. ഇതിൻ്റെ ചിഹ്നം അമ്പുകൾ സൂക്ഷിക്കുന്ന കൂടാണ്. DNA സൂചന. നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ആയുധവിദ്യയിലോ വിദേശയാത്രകളിലോ അല്ലെങ്കിൽ ദൂരദേശത്ത് പോയി കച്ചവടം നടത്തുന്നതിലോ മിടുക്കരായിരുന്നിരിക്കാം. അമ്പുകൾ എയ്തു കഴിഞ്ഞാൽ തിരിച്ചു വരുന്നത് പോലെ നിങ്ങൾ എത്ര ദൂരദേശത്ത് പോയാലും സ്വന്തം വേരുകളിലേക്ക്, റൂട്ട്സ് അഥവാ ഹോം, മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. കുടുംബ പാരമ്പര്യം നിലനിർത്താൻ നിങ്ങൾ വളരെയധികം ശ്രമിക്കും. 4. വ്യാഴത്തിൻ്റെ സ്വാധീനവും അറിവും. ജൂപ്പിറ്റർ ഓർ ഗുരു കണക്ഷൻ. പുണർദത്തിൻ്റെ നാഥൻ വ്യാഴമാണ്. ഇത് അറിവിൻ്റെയും നീതിയുടെയും ഗ്രഹമാണ്. അറിവ്. കുടുംബത്തിൽ പ്രശസ്തരായ വൈദ്യന്മാരോ അധ്യാപകരോ നിയമജ്ഞരോ ലോയേഴ്സോ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. നീതിബോധം. തെറ്റായ വഴിയിലൂടെ പണം സമ്പാദിക്കാൻ നിങ്ങളുടെ DNA നിങ്ങളെ അനുവദിക്കില്ല. സത്യസന്ധമായി ജീവിക്കുന്നതിലൂടെ മാത്രമേ നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാവുകയുള്ളൂ. 5. ശ്രദ്ധിക്കേണ്ട കർമ്മഫലങ്ങൾ. കാർമിക് വാർണിംഗ്സ് ആൻഡ് റെമഡീസ്. DNA ശുദ്ധീകരിക്കാൻ പുണർദം നക്ഷത്രക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ. അമ്മയെ ശുശ്രൂഷിക്കുക. അമ്മയുടെ മനസ്സ് വേദനിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ വർദ്ധിപ്പിക്കും. പഴയത് പുതുക്കൽ. പഴയ വീടുകൾ പുതുക്കി പണിയുകയോ കുടുംബക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കുകയോ ചെയ്യുന്നത് നിങ്ങളുടെ ഭാഗ്യം ഇരട്ടിയാക്കും. വിദ്യാദാനം. പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാൻ സഹായിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിലെ ദോഷങ്ങൾ മാറ്റാൻ സഹായിക്കും. മൃഗസ്നേഹം. പൂച്ചകളെയോ പശുക്കളെയോ പരിപാലിക്കുന്നത് പുണർദം നക്ഷത്രക്കാർക്ക് വളരെ നല്ലതാണ്.